നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ഈ രാത്രി തന്നെ ഇങ്ങോട്ട് വന്നത് തന്നോടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാ. ഏതോ ഒരു കമ്പനിയുടെ സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് തനിക്കൊരു കാറ്ററിംഗ് കോൺട്രാക്ട് വന്നിട്ടുണ്ടെന്ന് കേട്ടു. അങ്ങനെ എന്തോ സീതമ്മ പറയുന്നുണ്ടായിരുന്നു. എന്നാ അങ്ങനെ എന്തോ അല്ല, അതൊരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ബ്രാഞ്ചാ. നല്ല ഓഫറാ, നമുക്കതങ്ങ് ആഞ്ഞു പിടിച്ചാലോ? കാറ്ററിംഗ് മാത്രമായിട്ടല്ല, ഇവന്റ് മൊത്തമായിട്ട്, അമ്മ ഇവന്റ്സിന്റെ അടുത്ത പരിപാടിയായിട്ട് നമുക്കതൊന്ന് ഒപ്പിച്ചെടുത്താലോ? അതാണ് എന്റെ ചോദ്യം. സോറി, ഞാനത് ഏറ്റെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. പ്രസാദേണ്ട എന്താന്ന് വെച്ചാ സീതമ്മയോട് സംസാരിക്കേ. ഞാൻ സീതമ്മയോട് സംസാരിച്ചതുകൊണ്ടാ ഈ അസമയത്തും ഇവിടെ തന്നെ കാണാൻ വന്നത് തന്നെ. ഇതെന്താ തനിക്ക് പറ്റിയത്? സ്വന്തം ജോലിക്ക് പോലും ഒരു താല്പര്യമില്ലെന്ന് വെച്ചാ? എനിക്ക് വ്യക്തിപരമായി കുറെ പ്രശ്നങ്ങളുണ്ട് പ്രസാദേട്ട. അതൊക്കെ എന്റെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ജോലിയിൽ ഫോക്കസ് കിട്ടില്ല എനിക്ക്. നോക്ക്, അന്ന് അമ്പലത്തിൽ ശയനപ്രദക്ഷിണം നടത്തിയ ദിവസം അഞ്ജലി ഇതുപോലെ തന്നെയാ പറഞ്ഞത്. അതിനു മുമ്പ് എപ്പോഴൊക്കെ ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന എന്റെ ഓർമ്മ. ഇങ്ങനെ പ്രശ്നം പറയാതെ പ്രശ്നം എന്താണെന്ന് പറ, എന്നാലല്ലേ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ. സോറി, എന്റെ പ്രശ്നങ്ങൾ വെറും സാധാരണ പ്രശ്നങ്ങളല്ല പ്രസാദേട്ട. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരാൾക്ക് അത് പരിഹരിക്കാനും കഴിയില്ല എന്നാ എന്റെ വിശ്വാസം. ശരി, അത് ഞാൻ അംഗീകരിക്കുന്നു. മറ്റൊരാൾക്കും പരിഹരിക്കാൻ കഴിയില്ലായിരിക്കും. പക്ഷേ അഞ്ജലിക്ക് സ്വയം അത് പരിഹരിക്കാൻ ശ്രമിച്ചൂടെ? ഞാൻ ഒറ്റയ്ക്ക് മാത്രം അത് ശ്രമിച്ചാൽ എന്താ, അത് നടക്കും, അത്ര തന്നെ. നമുക്കെല്ലാം പറ്റുന്നൊരു കുഴപ്പമുണ്ട്. ഒരു പ്രശ്നമോ വെല്ലുവിളിയോ വന്നാൽ ഒന്നുകിൽ മാറി നിൽക്കും, അല്ലെങ്കിൽ കൺഫ്യൂഷനായി പോകും. അതാണ് ഡേഞ്ചർ. ഒരു ഉദാഹരണത്തിന്, നമ്മളെക്കുറിച്ച് ഒരു പ്രത്യേക വ്യക്തി മോശമായി സംസാരിച്ചു എന്ന് ഒരാൾ പറഞ്ഞു വെച്ചോ, അന്ന് മുതല് നമ്മൾ അയാളെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. അതാണ് തെറ്റ്. നമ്മൾ അങ്ങനെ കേട്ടാൽ നമ്മൾ ആ വ്യക്തിയോട് ആ വിഷയം നേരിട്ട് സംസാരിക്കണം. അപ്പോഴേ മനസ്സിലാവൂ നെല്ലേതാ പതിരേതാന്ന്. എന്താ, ശരിയല്ലേ? അറിയില്ല പ്രസാദേട്ട, ഐ എം കൺഫ്യൂസ്ഡ്. ആകെ കലങ്ങി മറിഞ്ഞ വെള്ളം പോലെയാ എനിക്ക് എന്റെ മനസ്സിപ്പോ. മനസ്സിലായി. ആ കലങ്ങൾ എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഒന്ന് ഉറപ്പു പറയാം, അല്പനേരം ശാന്തമായി അനങ്ങാതെ വെച്ചാ മതി. കലങ്ങൾ മാറി ശുദ്ധജലം തെളിയും. ബാക്കി പിന്നീട് സംസാരിക്കാം. ഞാനിപ്പോ പോവാം, നാളെ കാണാം. ചായ കുടിച്ചിട്ട്? അത് സാരമില്ല, ചായ അല്ലല്ലോ. മൊത്തം മുറുകിയിരുന്ന് താനൊന്ന് അയഞ്ഞില്ലേ, അത് മതി എനിക്ക് മനസ്സ് നിറയാൻ. അപ്പൊ ഗുഡ് നൈറ്റ്, കാണാം നമുക്ക്. പോയി. നമ്മള് ചായ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുക്കാത്തത് ഭയങ്കര മോശമായി പോയെന്നാ എനിക്ക് തോന്നുന്നത്. പാലില്ലാതെ കട്ടൻ കൊടുത്താലേ അതിനേക്കാൾ വലിയ മോശം. അതാ ഞാൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞ. പാലില്ല, അരിയില്ല, കറി വെക്കാൻ ഒന്നുമില്ല. ഇങ്ങനൊക്കെ പോയാ നമ്മൾ ഇനി എന്ത് ചെയ്യും? ആലോചിക്കുമ്പോ തന്നെ പേടിയാവുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.